Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Activity 1. A grand adventure awaits you. The thunder rumbled. The raindrops are ready to leap. What would be their thoughts at that time? ഒരു വലിയ സാഹസം നിങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന് തണ്ടർ ഇടിമുഴക്കം അറിയിച്ചപ്പോൾ റെയിൻ ഡ്രോപ്പിൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും വന്നിട്ടുണ്ടാവുക ആ സമയത്ത്? ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. ഞാൻ വളരെ ആശ്ചര്യത്തിലായിരുന്നു. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. ഇതിനു മുൻപ് ഞാൻ മേഘത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ജേർണി ഔട്ട്സൈഡ് ദ ക്ലൗഡ്. മേഘത്തിന് പുറത്തേക്കുള്ള എൻ്റെ ആദ്യത്തെ യാത്രയാണ്. ഐ കാൺ വെയിറ്റ് ടു ഫോൾ. എനിക്ക് വീഴാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഐ ആം വണ്ടറിങ് വാട്ട് ദ എർത്ത് വിൽ ബി ലൈക്ക്. എനിക്ക് ആശ്ചര്യമാണ്, എങ്ങനെയിരിക്കും ഭൂമി കാണാൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഗോ ഡൗൺ. ഞാൻ താഴെ ചെന്നാൽ എന്ത് സംഭവിക്കും. ഹൂ വിൽ വെൽക്കം മീ ഡൗൺ. എന്നെ ആരാണ് താഴെ വെൽക്കം ചെയ്യുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫൺ ആൻഡ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. ഇതെന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരിക്കും. വിൽ ഐ സീ ദ ക്ലൗഡ്സ് അഗെയിൻ. ഞാൻ വീണ്ടും ഈ മേഘങ്ങളെ കാണുമോ. ഇതൊക്കെയായിരിക്കും റെയിൻ ഡ്രോപ്പ് ചിന്തിച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആക്ടിവിറ്റി 2. ഡൗൺ ആൻഡ് ഡൗൺ. വി വേർ ഫോളിങ് ടുഗദർ. താഴേക്ക് താഴേക്ക് ഞങ്ങൾ വീണു. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. ഞങ്ങൾ ചിരിച്ച് ഒച്ചയുണ്ടാക്കി. വി ഓ വാട്ട് എ ഫൺ. ദ റെയിൻ ഡ്രോപ്പ് സോ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ഫ്രം അബവ്. ഡിസ്ക്രൈബ് ദ സീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിക്ചർ. അപ്പോൾ മുകളിൽ നിന്ന് റെയിൻ ഡ്രോപ്പ് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെ അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ റെയിൻ ഡ്രോപ്പ് സോ എ ഹ്യൂജ് ഫീൽഡ് ബിലോ. റെയിൻ ഡ്രോപ്പ് താഴെ വലിയൊരു വയൽ കണ്ടു. ദ ഫാർമർ ആൻഡ് 3 ചിൽഡ്രൻ സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. ആ ഫീൽഡിൽ ഒരു കർഷകനും 3 കുട്ടികളും ഉണ്ടായിരുന്നു. ദ ഫാർമർ വാസ് സ്മൈലിംഗ് ആൻഡ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ. ഫാർമർ ആകാശത്തേക്ക് ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ചിൽഡ്രൻ വേർ ഡാൻസിങ് ആൻഡ് ക്ലാപ്പിംഗ് ഹാപ്പിലി ഇൻ ദ റെയിൻ. കുട്ടികൾ മഴയത്ത് ഡാൻസ് കളിക്കുകയും അതുപോലെ തന്നെ കൈയടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ലുക്ക്ഡ് ഫ്രഷ് ആൻഡ് ഗ്രീൻ. ചെടികളും മരങ്ങളുമൊക്കെ ഫ്രഷും അതുപോലെ തന്നെ പച്ച നിറത്തിലും കാണപ്പെട്ടു. ആക്ടിവിറ്റി 3. The raindrop landed on the cat with a soft splat. The cat shook its fur angrily. Write the conversation between the raindrop and the cat. Raindrop ഒരു കാറ്റിൻ്റെ പുറത്താണ് വീണത് അല്ലേ. അത് ദേഷ്യത്തിൽ അതിൻ്റെ ആ ഫറ്, ആ ഒരു പൂട കുടഞ്ഞു. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ്? റെയിൻഡ്രോപ്പും കാറ്റും. അപ്പോൾ കാറ്റ് ചോദിക്കുകയാണ്, ഹേയ് ഹൂ ആർ യു. നിങ്ങൾ ആരാണ്? റെയിൻഡ്രോപ്പ്. ഐ ആം എ റെയിൻഡ്രോപ്പ്. ഞാനൊരു മഴത്തുള്ളിയാണ്. അപ്പോൾ കാറ്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? വൈ ഡിഡ് യു ലാൻഡ് ഓൺ മീ വിത്ത് എ സ്പ്ലാറ്റ്. യു മെയ്ഡ് മൈ ഫർ ഓൾ വെറ്റ്. നീ എന്തിനാണ് എൻ്റെ മേലെ വീണത്? എൻ്റെ ഈ പൂടയെല്ലാം നനഞ്ഞു എന്ന്. അപ്പോൾ റെയിൻഡ്രോപ്പ് പറയാണ്, ഐ ആം സോറി, ഐ ഡിഡിൻ മീൻ ടു. സോറി, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന്. കാറ്റ്, ബട്ട് നെക്സ്റ്റ് ടൈം പ്ലീസ് ട്രൈ ടു ലാൻഡ് ഓൺ ദ ഗ്രൗണ്ട്. ശരി, പക്ഷേ അടുത്ത തവണ നീ ലാൻഡ് ചെയ്യുന്നത് ഭൂമിയിലായിരിക്കണം, നിലത്തായിരിക്കണം. അപ്പോൾ റെയിൻ ഡ്രോപ്പ്, ഓക്കെ ഐ വിൽ ട്രൈ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാം. കാറ്റ്, ഇറ്റ്സ് ഓക്കെ, യു മേക്ക് ദ എർത്ത് കൂൾ ആൻഡ് ഫ്രഷ്. എന്തൊക്കെ ആയാലും നീ ഭൂമി ഇങ്ങനെ കൂളും ഫ്രഷും ഒക്കെ ആക്കി. അപ്പോൾ റെയിൻ ഡ്രോപ്പ് പറയാണ്, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെൻറ്റ്. നിങ്ങളുടെ ഈ അഭിനന്ദനത്തിന് നന്ദി. എനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കാറ്റ് ആൻഡ് ദ റെയിൻ ഡ്രോപ്പ് ഇൻ ദ ക്ലാസ്. ഈ കോൺവെർസേഷന് പുറമെ റെയിൻ ഡ്രോപ്പും അതുപോലെ തന്നെ കാറ്റുമായി നിങ്ങൾ അഭിനയിക്കണം ക്ലാസ്സിൽ. ആക്ടിവിറ്റി 4. വാട്ടർ ഈസ് വെരി പ്രഷ്യസ്. വാട്ടർ വിലമതിക്കാനാവാത്തതാണ്, അമൂല്യമാണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺസർവ് ഇറ്റ്. നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്, നമ്മുടെ ചുമതലയാണ് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. എ സാമ്പിൾ സ്ലോഗൻ ഈസ് ഗിവൺ ബിലോ. റൈറ്റ് സിമിലർ സ്ലോഗൻസ്. അപ്പോൾ
ജലം സംരക്ഷിക്കുക എന്നതിനെക്കുറിച്ച് ഒരു സ്ലോഗൻ താഴെ തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ തന്നിട്ടുള്ളത് എവരി ഡ്രോപ്പ് ഈസ് പ്രീഷ്യസ്, ഓരോ തുള്ളിയും വിലപിടിച്ചതാണ് വെള്ളം. അപ്പോൾ അതുപോലെയുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യത്തേത് വാട്ടർ ഈസ് എ ട്രഷർ, സേവ് ഇറ്റ് വിത്ത് പ്ലഷർ. വെള്ളം ഒരു അമൂല്യമായ നിധിയാണ്, അത് സന്തോഷത്തോടെ സൂക്ഷിക്കൂ എന്നാണ് പറയുന്നത്. കൺസർവ് വാട്ടർ, കൺസർവ് ലൈഫ്. വെള്ളം സംരക്ഷിക്കൂ, ജീവിതം സംരക്ഷിക്കൂ. സേവ് വാട്ടർ, ഇറ്റ് വിൽ സേവ് യു ലേറ്റർ. ജലം സംരക്ഷിക്കൂ, അത് പിന്നെ നിങ്ങളെ സംരക്ഷിക്കും. ഇഫ് യു പൊല്യൂട്ട് വാട്ടർ, യു പൊല്യൂട്ട് ലൈഫ്. നിങ്ങൾ വെള്ളം മലിനമാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെയാണ് മലിനമാക്കുന്നത്. ഡോണ്ട് പൊല്യൂട്ട് ദ വാട്ടർ, വെള്ളം മലിനമാക്കരുത്. സേ നോ ടു വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണത്തോട് നോ പറയൂ. വാട്ടർ ഈസ് ലൈഫ്, ട്രീറ്റ് ഇറ്റ് റൈറ്റ്. വെള്ളം എന്ന് പറയുന്നത് ജീവിതമാണ്, അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യൂ. യൂസ് വാട്ടർ വൈസ്ലി, ജലം ബുദ്ധിപരമായി ഉപയോഗിക്കൂ. എവരി ഡ്രോപ്പ് കൗണ്ട്സ്, ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്, എണ്ണമുള്ളതാണ്. വാട്ടർ ഈസ് പ്രീഷ്യസ്, ജലം അമൂല്യമാണ്. വാട്ടർ സസ്റ്റെയിൻസ് ലൈഫ്, പ്രൊട്ടക്റ്റ് അവർ പ്ലാനറ്റ്. ജീവൻ നിലനിർത്തുന്നത് ജലമാണ്, നമ്മുടെ പ്ലാനറ്റിനെ സംരക്ഷിക്കൂ. ആക്ടിവിറ്റി 5. സഡൻലി, പെട്ടെന്ന്. ഐ ഹിയർഡ് എ ലൗഡ് ബൂം, ഞാനൊരു ശബ്ദം കേട്ടു. ബൂം. ദ വേർഡ് ബൂം ഈസ് എ വേർഡ് റെപ്രസെൻറ്റിംഗ് സൗണ്ട്. ഇതിൽ ബൂം എന്നുള്ളത് ഒരു സൗണ്ടിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ക്യാൻ യു ഫൈൻഡ് അതർ സിമിലർ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി, റൈറ്റ് ദം ബിലോ. അതുപോലെയുള്ള മറ്റു വാക്കുകൾ നിങ്ങൾ ഈ സ്റ്റോറിയിൽ കേട്ടിട്ടുണ്ടോ, അതെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് ബാം, സാപ്പ്, ക്രാഷ്, ബൂം ഇതൊക്കെയാണ്. അപ്പോൾ സ്റ്റോറിയിൽ സൗണ്ടിനെ കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് വേർഡ്സ് എന്ന് പറയുന്നത് സ്പ്ലാറ്റ്, അതുപോലെ തന്നെ ഷൗട്ട്, പിന്നെ റംബിൾ, റസിൽ, സ്പ്ലാഷ് ഇതൊക്കെയാണ്. ആക്ടിവിറ്റി 6. ലുക്ക് അറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന വാക്കുകളിൽ അണ്ടർലൈൻഡ്, താഴെ വരയിട്ടത് നോക്കൂ. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെൻലി. എങ്ങനെയാണ്? പൂക്കൾ വളരെ ജെൻലി, ഭംഗിയായിട്ട് ഇങ്ങനെ ആടിക്കളിച്ചു അല്ലേ? ദ ബേർഡ്സ് ഫ്ലട്ടേർഡ് ഇൻ സെർച്ച് ഓഫ് ദെയർ നെസ്റ്റ്. ഫ്ലട്ടേർഡ് എന്ന് പറഞ്ഞാൽ പറന്നു അല്ലേ, സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരുടെ കൂട്ടിലേക്ക്. ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഷോ പാസ്റ്റ് ആക്ഷൻ. അതായത് ഈ അണ്ടർലൈൻഡ് വേർഡ്സ് കാണിച്ചിരിക്കുന്നത് പാസ്റ്റ് ആക്ഷനാണ്, കഴിഞ്ഞുപോയ ഒരു കാര്യമാണ്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് അല്ലേ? ഫ്യൂച്ചർ എന്ന് പറഞ്ഞാലോ ഇനി വരാനുള്ളത്. നൗ റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ പാസ്റ്റ് ഫോം ഓഫ് വേർഡ്സ്. അപ്പോൾ താഴെ ഒരു പാസേജ് തന്നിരിക്കുന്നു, അത് ഫില്ല് ചെയ്യേണ്ടത് പാസ്റ്റ് ഫോമാണ്. ആ ഒരു വേർഡിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിച്ചിട്ടാണ്. ദിബു ലവ്സ് ടു പ്ലേ ഫുട്ബോൾ. ദിബുവിന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. യെസ്റ്റർഡേ, ഇന്നലെ. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി അല്ലേ? ഹി ഡാഷ് തന്നിരിക്കുന്നത് പ്ലേ എന്നാണ്. ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുമായി സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പോൾ പ്ലേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് പ്ലേഡ്, കളിച്ചു. ഹി പ്ലേഡ് ഫുട്ബോൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ സ്കൂൾ പ്ലേ ഗ്രൗണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ് ഹി ഡാഷ്. അവിടെ തന്നിരിക്കുന്നത് ജമ്പാണ്. ഹൈ ആൻഡ് ഡാഷ് കിക്ക് ദ ബോൾ. അപ്പോൾ ജമ്പിൻ്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് ജമ്പ്ഡ് ആൻഡ് കിക്ക്ഡ്, കിക്കിൻ്റെ. അപ്പോൾ ഹി ജംപ്ഡ് ഹൈ ആൻഡ് കിക്ക്ഡ് ദ ബോൾ. ദ ബോൾ റോൾഡ് ഡയറക്റ്റ്ലി ഇൻ ടു ദ ഗോൾ പോസ്റ്റ്. ഹി ജംപ്ഡ് ഹൈ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ ചാടി, എന്നിട്ട് ബോൾ അടിച്ചു, കിക്ക് ദ ബോൾ. ദ ബോൾ റോൾഡ് ഡയറക്റ്റ്ലി ഇൻ ടു ദ ഗോൾ പോസ്റ്റ്. അപ്പോൾ നേരിട്ട്
ആ ബോൾ ഗോൾ പോസ്റ്റിൽ പോയി. എവരി വൺ കൺഗ്രാജുലേറ്റഡ് ഹിം. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. വെൻ ഇറ്റ് വാസ് ടൈം ടു ഗോ ഹി വാക്ക്ഡ് ബാക്ക് ഹോം. അങ്ങനെ സമയം കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് നടന്നു. ആക്ടിവിറ്റി 7. The 6 pictures from the story given below are jumbled. Describe each in a sentence. Then write the correct order in the box. ആ ഒരു സ്റ്റോറിയിലെ 6 പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അത് ഓർഡറിലല്ല തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓർഡറിലാക്കണം. അതുപോലെ തന്നെ ഓരോ പിക്ചറും ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പിക്ചർ, ദ റിവർ ലുക്ക്ഡ് ലൈക്ക് എ സിൽവർ ത്രെഡ്. റിവർ കാണപ്പെട്ടത് ഒരു സിൽവർ ത്രെഡ്, വെള്ളി നൂല് പോലെയായിരുന്നു. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് വർ ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. അതുപോലെ തന്നെ വയലുകളും പൂക്കളും ഒക്കെ ഒരു ഗ്രീൻ കാർപ്പറ്റ് പോലെ കാണപ്പെട്ടു. ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ. ആകാശം ഓറഞ്ച് കളറിലേക്ക് മാറി. ദ ലീവ്സ് ഓഫ് ദ പാഡി റെസ്റ്റിൽഡ് ജെന്റ്ലി ഇൻ ദ ബ്രീസ്. നെൽച്ചെടിയുടെ ഇലകൾ കാറ്റത്ത് മർമര ശബ്ദമുണ്ടാക്കി. സൺബീംസ് ഷോൺ ത്രൂ ദ ടൈനി ഡ്രോപ്സ്. റെഡ്, ബ്ലൂ, ഗ്രീൻ. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ് റെയിൻബോ റെയിൻബോ. അപ്പോൾ ചെറിയ കണികകളിലൂടെ സൺബീൻ പോയപ്പോൾ അത് റെഡും ബ്ലൂവും ഗ്രീനും ഒക്കെ ആയി. അപ്പോൾ കുട്ടികൾ വിളിച്ചു പറഞ്ഞു റെയിൻബോ റെയിൻബോ, മഴവില്ല് എന്ന്. നെക്സ്റ്റ്, ദ റെയിൻ ഡ്രോപ്പ് പീപ്ഡ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്. ഒരു മഴത്തുള്ളി മണ്ണിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി വേരിൽ തൊട്ടു ചെടിയുടെ. നെക്സ്റ്റ്, ദ റെയിൻ ഡ്രോപ്പ് ലാൻഡഡ് ഓൺ ദ കാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. ഒരു റെയിൻ ഡ്രോപ്പ് കാറ്റിൻ്റെ പുറത്താണ് വീണത്. അത് ദേഷ്യം കൊണ്ട് അതിൻ്റെ ഈ പൂട ഇങ്ങനെ കുലുക്കി. കണ്ടില്ലേ? നെക്സ്റ്റ്, വി വേർ ഫോളിങ് ടുഗദർ. നമ്മൾ ഒരുമിച്ച് വീഴുകയാണ്. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. നമ്മൾ ചിരിച്ച് അതുപോലെ തന്നെ ഒച്ചയെടുത്താണ് പോകുന്നത്. എങ്ങനെയാണ്? വി ഓ വാട്ട് എ ഫൺ എന്നൊക്കെ പറഞ്ഞിട്ട്. നെക്സ്റ്റ്, അത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് 6 ആണ്. അതിനുശേഷം 3, പിന്നെ 5, 4, 2, 1. ഈ ഓർഡറിലാണ് സ്റ്റോറിയിൽ ഉള്ളത്. Complete your textbook activities and study well. See you in next class. Thank you.